ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും എത്തുന്ന ഒരിടം. ചൈന എന്ന അതിവിസ്തൃത രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും വനങ്ങളിലൂടെയും താഴ്വരകളിലൂടെയും കടന്നുപോകുന്ന മതിൽ. എത്രയോ തലമുറകൾ അവരുടെ രക്തവും വിയർപ്പും ചേർത്തുണ്ടാക്കിയ നിർമ്മിതി. തദ്ദേശീയമായി ലഭിച്ച അസംസ്കൃത വസ്തുക്കളെല്ലാം ചേർത്തുണ്ടാക്കിയ മഹാ അത്ഭുതം. 6325 കിലോമീറ്റർ നീളമുള്ള ചൈനയിലെ വൻമതിലിന്റെ നിർമ്മാണ ശൈലി പലയിടങ്ങളിലും വ്യത്യസ്തമാണ്. 5 മുതൽ 9 മീറ്റർ വരെയാണ് ഈ വൻമതിലിന്റെ ഉയരം. മതിലിനോടനുബന്ധിച്ച് 359 കിലോമീറ്റർ ട്രഞ്ചുകളുണ്ട്. മതിലിനോട് ചേർന്ന് വന്നു ചേരുന്ന ഉപമതിലുകളും കാണാം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 3214 കിലോമീറ്റർ നീളമാണുള്ളത്. അതിന്റെ ഇരട്ടിയിലും ഏറെയുണ്ട് ഇതിന്റെ നീളം. ചൈനയിൽ ക്രിസ്തുവിന് മുൻപ് 403 മുതൽ 202 വരെയുള്ള കാലഘട്ടത്തിൽ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ലോകത്തെല്ലായിടത്തും ഈ കാലഘട്ടത്തിൽ ഇതുതന്നെയായിരുന്നു സാമൂഹ്യ വ്യവസ്ഥ. കൂടാതെ പുറമെ നിന്നുള്ള ആക്രമണങ്ങളും പതിവായിരുന്നു. അതിനാൽ പ്രാകൃതമായ മൺമതിലുകൾ ഉണ്ടാക്കാൻ ചൈനക്കാർ ശ്രദ്ധിച്ചിരുന്നു. ക്വിൻ സാമ്രാജ്യകാലത്ത് ക്വിൻ ഷി ഹുയാങ് എന്ന ചക്രവർത്തി ആക്രമണങ്ങളെ ചെറുക്കാൻ പര്യാപ്തമായ ചെറുമതിലുകളെ ഇണക്കി ഒറ്റ മതിലാക്കി തന്റെ സാമ്രാജ്യത്തെ ബലപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചു. വൻമതിലിന്റെ നിർമ്മാണം അത്യധികം കഠിനമായിരുന്നു. പർവ്വതങ്ങൾ, താഴ്വരകൾ, മരുഭൂമികൾ, സമതലങ്ങൾ ഇങ്ങനെയുള്ള വിവിധ ഭൂപ്രകൃതികളിലൂടെ മതിൽ അങ്ങനെ നീളുന്നു. നിർമ്മാണ കാലഘട്ടത്തിൽ 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളും നിയോഗിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗവും അപകടവും അമിത ജോലിയും കൊണ്ട് പണിക്കിടെ മരണമടഞ്ഞിട്ടുണ്ട്. വൻമതിൽ ചൈനയുടെ ഉത്തരമേഖലയിൽ ബൊഹായ് ഉൾക്കടലിന് സമീപത്തുള്ള ഷാൻഹായ് ഗുവാൻ എന്ന സ്ഥലത്തു നിന്ന് ആരംഭിക്കുന്നു. പിന്നീട് ഹാബെ, ഷെൻസി, നിങ്സിയ, ഗൻസു എന്നീ ചൈനീസ് പ്രവിശ്യകളിലൂടെയും മംഗോളിയയിലൂടെയും കടന്നുപോകുന്നു. അവസാനം ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുന്നു. ചില ഭാഗങ്ങളിൽ മതിലിന്റെ ഉയരം 30 അടിയോളം എത്തുന്നുണ്ട്. വീതി ചിലപ്പോൾ 15 അടി വരെ. മതിലിന്റെ മുകളിൽ നിന്ന് ആനകളും കുതിരകളും സൈന്യവും സഞ്ചരിക്കാനാകുമെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. മതിലിന്റെ പല ഇടങ്ങളിലും നിരീക്ഷണ ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശത്രുക്കളെ നിരീക്ഷിച്ച് മുകളിൽ നിന്ന് അറിയിപ്പുകൾ നൽകാമായിരുന്നു. മിങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് മതിലുകൾ ഏറെ ശക്തമാക്കിയത്. ഇന്ന് ടൂറിസ്റ്റുകൾ കാണുന്ന പല ഭാഗങ്ങളും മിങ്ങിന്റെ കാലത്തെ നിർമ്മാണമാണ്. ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേയൊരു മനുഷ്യനിർമ്മിത വസ്തു ഇതാണെന്ന് വളരെ കാലമായി ഒരു വിശ്വാസമുണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയ ശേഷമാണ് ഈ ധാരണ മാറിയത്. ചിലയിടങ്ങളിൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വൻമതിലിനെ കോൺക്രീറ്റ് ചെയ്തും ടൈലുകൾ പാകിയും ഇപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയാൻ വൻമതിലിന്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടുപോകുന്നതും ഖനന പ്രവർത്തനങ്ങളുടെ ഭാഗമായും മതിലിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയും കാലാവസ്ഥ മാറ്റങ്ങളുടെയും ഫലമായി മതിലിന്റെ സ്വാഭാവികതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ചൈനയുടെ ബലവും ഐക്യത്തിന്റെയും അടയാളമായാണ് ഇന്ന് വൻമതിൽ സ്ഥിതി ചെയ്യുന്നത്. ശതകങ്ങളായി നിലനിൽക്കുന്ന പ്രതിരോധത്തിന്റെ ഈ മതിൽ ചരിത്രവും സംസ്കാരവും കൊണ്ട് സമ്പന്നമാണ്. തുടർന്നും ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.